അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം എതിരാളികളിൽ കൊടുത്തു എന്നുള്ളതാണ് ഋതുരാജ് ഗേക്വാദിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരിൽ 2 അർദ്ധ സെഞ്ചുറികളുണ്ട് ഈ സീസണിൽ. ഗുജറാത്തിനെതിരെ നേടിയ 74 റൺസോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത്. പക്ഷേ അതേ സമയം തന്നെ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നിർണായകമായ മത്സരത്തിൽ ഒരറ്റം കാത്തു സൂക്ഷിച്ച് നിന്നെങ്കിൽ പോലും 21 പന്തിൽ 15 റൺസ് എന്നുള്ളൊരു സ്കോർ. അത് 2020 ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ കഴിയാവുന്ന, പ്രത്യേകിച്ച് പവർ പ്ലേയിൽ അത് അല്ലെങ്കിൽ ഓപ്പണറെ സംബന്ധിച്ച് ആ ഒരു ഭാഗത്തുണ്ടാകുന്ന, പിന്നെ മിക്കവാറും മത്സരങ്ങളിൽ നേരത്തെയുള്ള പുറത്താകലുകൾ മറുഭാഗത്ത് സഞ്ജുവിൻ്റെ കൂടി ബാറ്റിംഗ് ഫ്ലോയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ തനതായ ഗെയിമിലേക്ക് മാറി. പക്ഷേ സഞ്ജു ആദ്യ 3 മത്സരങ്ങളിൽ പരാജയമായെങ്കിലും പിന്നീട് അദ്ദേഹം പാഠം ഉൾക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിം ശൈലി മാറ്റുന്നത് നമ്മൾ കണ്ടു. ഉറച്ചു നിൽക്കുകയും ഷോട്ട്സ് നോക്കി കളിക്കുകയും ചെയ്യുന്ന, പന്തിനെ നോക്കി കളിക്കാനും ചെയ്യുന്ന, അതിൻ്റെ ഒരു ഫലമായിട്ട് കൂടിയാണ് അദ്ദേഹം മികച്ച സ്കോറിലേക്ക് പിന്നീട് വരുന്നതും. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മികച്ച ഒരു ഓപ്പണിംഗ് അവിടെ തകർന്നു പോവുകയും അനാവശ്യ പ്രഷർ തുടക്കത്തിൽ പവർ പ്ലേയിൽ തന്നെ ചെന്നൈയുടെ മറ്റു ബാറ്റ്സ്മാൻമാരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഒരു പക്ഷേ സഞ്ജു കൂടി ആ ഘട്ടത്തിൽ പുറത്താവുകയാണെങ്കിൽ ടീം തകർന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് ഋതുരാജ് ഗേക്വാദിൻ്റെ മെല്ലപ്പോക്ക് നയം ചെന്നൈ സൃഷ്ടിച്ചതെന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബ്രവിസിൻ്റെ ഒരു പ്രതീക്ഷിച്ച നിലവാരത്തിലേക്കുള്ള ഒരു പ്രകടനത്തിലേക്ക് എത്താതെ പോയതും ഒരുപക്ഷേ ഒരു കാരണമായേക്കാം എന്ന് പറയുന്നു. ചെന്നൈ നമുക്കറിയാം വലിയ പാരമ്പര്യമുള്ള ടീമാണ്. ഈ സീസണിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ചെന്നൈ ആ പാരമ്പര്യം അവകാശപ്പെടാൻ തക്ക തരത്തിലുള്ള ഒരു ടീം ലൈനപ്പ് അല്ല അവർ ഈ സീസണിൽ മുന്നോട്ട് വെച്ചത്. അവർ ശ്രദ്ധിക്കുന്നത് ഒരു പക്ഷേ അടുത്ത വരും സീസണുകളിൽ ഒരു മികച്ച സംഘത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ചെന്നൈയുടെ ഈ പരാജയത്തെ നമുക്ക് വിട്ടുകളയാമെന്ന് തോന്നുന്നു. ഒരു പരിധിയോളം നമുക്ക് വിട്ടുകളയാം. അവരൊരു പുതിയ തുടക്കത്തിൻ്റെ പാതയിൽ തന്നെയാണ്, ഒരു ടീം അഴിച്ചുപണിയലിൻ്റെ പാതയിലാണ്. അതുകൊണ്ട് തന്നെ ഈ പരാജയത്തെ വിട്ടുകളയാം. പക്ഷേ അപ്പോഴും ഋതുരാജ് ഗേക്വാദ് ആ ഇളവ് അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്.